ഇന്ന് തലമുടി കറുപ്പിക്കാനുള്ള വെളുത്ത മുടികളൊക്കെ കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ എന്ന് പറയാം. വെള്ളമായിട്ടുള്ള ഒരു ഡൈ ആണ് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്. മുടി നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. മുടി നല്ല കരിക്കട്ട കളറായിട്ട് വരികയും ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും അല്ല കേട്ടോ, ചെറുപ്പത്തിലേ തൊട്ട് മുടി ഒക്കെ നരയ്ക്കുകയൊക്കെ ചെയ്യുന്ന പിള്ളേരുണ്ടാവും. അവരൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ മുടി ഒരുപാട് വെളുത്ത് വരാതെ ഇരിക്കും. അല്ലെങ്കിൽ ഡൈ മേടിച്ച് തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയ്ക്ക് കേടാണ്, കെമിക്കലാണ്. പിന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരും. സ്ഥിരമായിട്ട് തേക്കേണ്ടവർ ഇങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ തേക്കുമ്പോൾ മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും, മുടി നല്ല കരിക്കട്ട കളറുമായിട്ട് വരും. ഇതുണ്ടോ, ഞാനൊരു വെള്ളമാണ് ഉണ്ടാക്കിയേക്കണേ. ഇരുമ്പ് ചീഞ്ചട്ടി മതി ഇങ്ങനെ ഇതുപോലെ കറുത്ത കളറിൽ വരാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ പാത്രത്തിൽ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വയ്ക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഒരു ഗ്ലാസ് വെള്ളം മതി കേട്ടോ. തല തേക്കാൻ നല്ല പാക്കായിട്ടല്ല, അതിലേക്ക് 3 സ്പൂൺ ചായപ്പൊടി ഇടുക. വെള്ളമായിട്ടാണ് ഒന്ന് ഉണ്ടാക്കുന്നത്, മുടി കറുപ്പിക്കാനുള്ള വെള്ളമായിട്ട്. അത് നമ്മൾ സ്ഥിരമായിട്ട് അങ്ങ് തേച്ചാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് വേറെ ഒരു കെമിക്കലും ചേരുന്നില്ല. എന്തെങ്കിലും പായ്ക്ക് തലയിൽ തേക്കുമ്പോൾ നമുക്ക് തലനീരകോ എന്തെങ്കിലും ബുദ്ധിമുട്ട്, തലയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. 1 സ്പൂൺ കരിഞ്ജീരകം ചേർക്കുക. അതിനകത്ത് കിടന്ന് അങ്ങ് തിളച്ച് അതിൻ്റെ സത്ത് ഇറങ്ങണം. ഏത് പായ്ക്ക് ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ കൂടെ കരിഞ്ജീരകം ചേർക്കുകയാണെങ്കിൽ നല്ലതാട്ടോ. ഇതൊന്ന് തിളച്ച് വരട്ടെ. ചായ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ആ കരിഞ്ജീരകത്തിൻ്റെ ഒക്കെ സത്ത് അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീ കിടത്തി വെച്ചിട്ട് ചൂടാറട്ടെ കേട്ടോ. ഒരു ഇരുമ്പ് ചീഞ്ചട്ടി എടുക്കുക ആദ്യം. ഇതിലേക്ക് നമ്മുടെ ചായ വെള്ളം അരിച്ചൊഴിക്കണം. അല്ലെങ്കിൽ ആ കരിഞ്ജീരകമുണ്ട്, ചായ വെള്ളമുണ്ട്, ചായയുടെ മട്ടില്ലേ, ചായയുടെ മട്ട് ചിലപ്പോൾ കഴുകിയാൽ പോകാൻ പാടാണെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കണ്ടിരിക്കുന്നത്. ഈ വെള്ളത്തിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ് കേട്ടോ. വേറെ ഒരു സാധനവും ചേർക്കുന്നില്ല. ഇതിനകത്തേക്കൊരു 3 സ്പൂൺ നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ചെറിയ ചൂടുണ്ടെങ്കിൽ വേഗം ആ വെള്ളത്തിലേക്ക് അലുത്തോളും. നെല്ലിക്കാപ്പൊടി ആ ചായ വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു മണം വരും. നല്ല നല്ല നെല്ലിക്കാപ്പൊടിയാട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ ആയുർവേദ മരുന്ന് കടയിൽ ചെല്ലില്ലേ, അങ്ങനത്തെ ഒരു മണം വരും. നല്ല പോലെ മിക്സ് ചെയ്യണം. വെച്ചാൽ പൊടിയായതുകൊണ്ട് അത് അലുത്ത് ഇങ്ങനെ വരണമെങ്കിൽ ഇച്ചിരി സമയം. നെല്ലിക്കാപ്പൊടി ഞാൻ ഇളക്കി അലുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ അടച്ച് ഒരു രാത്രി മുഴുവൻ വച്ചേക്കണം. അതാണ് ഈ ഇരുമ്പിൻ്റെയും ഈ നെല്ലിക്കയുടെയും കൂടെ കളർ ഇളകി ഇതിന് നല്ലൊരു കളറായിട്ട്, ബ്ലാക്ക് കളറായിട്ട് വരുള്ളൂ. ഈ വെള്ളം പോലെയുള്ളതാണെങ്കിൽ നമുക്ക് തലയിൽ തേക്കാൻ എളുപ്പമുണ്ട്. തലയിലിങ്ങനെ കുനിച്ച് നിർത്തിയിട്ട് ഒഴിക്കും. എങ്ങനെ തേച്ചിട്ട് കെട്ടിയിട്ട് സിമ്മിൽ കൂടി കെട്ടി വെച്ചിരുന്നാൽ മതി കേട്ടോ. ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി. നമ്മൾ ആദ്യം തേക്കുമ്പോൾ ഒരു 3 മണിക്കൂർ വേണം കേട്ടോ. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് വെച്ചിരുന്ന് 2 ദിവസമൊക്കെ തേക്കാം. ഒന്നരാടം തേക്കുകയാണെങ്കിൽ മുടി നല്ല സമൃദ്ധമായിട്ട് വളരും. ചായവെള്ളവും ഈ നെല്ലിക്കാപ്പൊടി എന്ന് പറയുന്നത് ഏറ്റവും നല്ല സാധനമാണ് മുടിക്ക്. നമുക്കിനി ഇത് അടച്ച് വയ്ക്കാം.
അടച്ച് വെച്ച് ഒരു രാത്രി ഇരിക്കട്ടെ. ഒരു രാത്രി മുഴുവൻ ഇരുന്നിട്ട് ദേ നമ്മുടെ നെല്ലിക്കായും ചായവെള്ളവും മാത്രമുള്ള പൊടി ഇത് കണ്ടോ, ആ ഇരുമ്പ് ചീഞ്ചട്ടിയിൽ ഇരുന്നതിൻ്റെയാണ്. ഞാനൊന്ന് ഇടയ്ക്ക് ഇളക്കി പോലും നോക്കിയില്ല, അപ്പോൾ തുറന്ന് ഇളക്കി നോക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. മുടിയേൽ ഇങ്ങനെ വെള്ളം പോലെ വെച്ചിട്ട് ഇല്ല ഒരു കോട്ടൺ തുണിയോ എന്തെങ്കിലും എടുത്തിട്ട് ഇങ്ങനെ മുക്കി തേച്ച് കൊടുത്തിട്ട് ഒരു ഷിമ്മിക്കൂട് വെച്ചിട്ട് തല കെട്ടി വെക്കണം. നെറ്റിയിലൊക്കെ ഒഴുകാണ്ടൊക്കെ ഒരു 3 മണിക്കൂർ വയ്ക്കുക. 2-3 ദിവസം കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യുക. മുടി നല്ല കറുത്ത കളറിൽ വരികയും ചെയ്യും, നല്ല സമൃദ്ധമായിട്ട് വളരുകയും ചെയ്യും. നെല്ലിക്കാപ്പൊടി ഉള്ളത് കൊണ്ടായിട്ടാണ് പറയണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കുറേ ഹെയർ ഡൈകൾ ഉണ്ടാക്കുന്ന വീഡിയോ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് യോജിക്കണേ അത് ചെയ്ത് നോക്കട്ടോ. താങ്ക് യു.